സ്വർഗരാജ്യത്തെ ഉപവാസത്തിലൂടെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയും ഉള്ള വാക്യങ്ങൾ. മറ്റുള്ളവരെ കാണിക്കാതിരിക്കുവാൻ അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇന്നത്തെ സുവിശേഷം 3 തരത്തിലുള്ള മതപരമായ പ്രവർത്തനങ്ങളെ പ്രതിപാദിക്കുന്നു: ദാനധർമ്മങ്ങൾ, പ്രാർത്ഥന, ഉപവാസം. ഇവയിൽ ഓരോന്നും നാം പ്രയോഗിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ഒരു കാര്യമാണ് ഏറ്റവും സൂക്ഷ്മമായി നാം നടത്തേണ്ടത്. ഇവ സ്വയം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ നാം ചെയ്യരുത്, അല്ലെങ്കിൽ ദൈവം അവർക്ക് പ്രതിഫലം നൽകില്ല. ദൈവത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഇവ നാം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ഉണ്ടാകുന്നത്. ഒന്നാമതായി, ആളുകളല്ല ദൈവത്താൽ പ്രതിഫലം ലഭിക്കേണ്ട നീതി നമുക്ക് നൽകേണ്ടത്. അതുകൊണ്ട് വചനം പറയും, മറ്റുള്ളവർ കാണുന്നതിന് അവരുടെ മുമ്പാകെ നിങ്ങളുടെ സത്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും നിനക്ക് പ്രതിഫലം ലഭിക്കും എന്ന്. ഈ പ്രതിഫലം ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന നീതിയാണ്. ആ നീതിക്ക് ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നത് ഡിക്കയോസുനെ എന്നാണ്. സാധാരണ നീതി എന്നതിലുപരി ഭക്തി എന്ന് അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണമാണ്. അതിൻ്റെ കാമ്പ് ദൈവിക നീതിയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ സുവിശേഷം 6-ാം അധ്യായം നാം വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ആവശ്യമായ നീതിയുടെ തലം തന്നെയാണ് നാം ചെയ്യുന്ന സത്കർമ്മങ്ങൾ ദൈവം കാണുവാൻ വേണ്ടി മാത്രം നാം ചെയ്യുന്നതിൻ്റെ പൊരുൾ. രണ്ടാമതായി, ദാനധർമ്മമാണ്. ദാനധർമ്മത്തിനുള്ള യേശുവിൻ്റെ തത്വത്തിൻ്റെ പ്രയോഗമാണ് ആധുനിക സാഹചര്യത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാവുന്നത്. നാം ചെയ്യുന്ന ഓരോ ദാനധർമ്മ പ്രവൃത്തികളും അറിയപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലുള്ള ദൈവിക നീതി നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. കാരണം കർത്താവ് പറയും, രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. മൂന്നാമത്, പ്രാർത്ഥന. പ്രാർത്ഥനയുടെ തത്വത്തിൻ്റെ പ്രയോഗം ദാനധർമ്മത്തിൻ്റെ അതേ തലത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ആളുകളെക്കാൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതിന് ഇത് സ്വീകാര്യമായി, അഥവാ പ്രാർത്ഥന സ്വീകാര്യമായി നാം നടത്തേണ്ടതുണ്ട്. തെരുവിൻ്റെ മൂലകളിലും പരസ്യമായ ഇടങ്ങളിലും പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദാഹരണം സൂചിപ്പിക്കുന്നത് പോലെ യേശു യഥാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പരസ്യ ഇടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ ഏറ്റവും ഉള്ളറയാകുന്ന ആത്മാർത്ഥമായ ക്രിസ്തുവിനോട് ചേർന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് കർത്താവ് സംസാരിക്കുന്നത്. പ്രാർത്ഥനയുടെ 3 ശ്രദ്ധകൾ ഇപ്രകാരമാണ്: പ്രാർത്ഥന ഒരു പരസ്യമല്ല. 2, പ്രാർത്ഥന ഒരു അധിക പ്രഭാഷണം ആകരുത്, അധിക സംഭാഷണം ആകരുത്. 3, പ്രാർത്ഥന മനുഷ്യനിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി ഉള്ളതും ആകരുത്. എന്നാൽ പ്രാർത്ഥന എന്താകണം? നീയും ദൈവവും തമ്മിലുള്ള ബന്ധം അത്ര കണ്ട് വ്യക്തിപരവും നിന്റെ ദൈവ സത്യം, ദൈവബന്ധം മറ്റുള്ളവരിലേക്ക് തുറന്നു വയ്ക്കപ്പെടാത്ത രീതിയിൽ ദൈവത്തെ നിന്നിലേക്ക് അടച്ചു വെച്ചും നീ ദൈവത്തിൻ്റെതായി സ്വയം വ്യക്തിപരമായി മാറുകയും ചെയ്യുന്ന ആത്മീയ നിർവൃതിയാണത്. അവിടെയാണ് കർത്താവ് പറയുന്നത്, കഥകടച്ച് നീ നിന്നെ അറിയുന്ന ആ ദൈവത്തോട് നീ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന്. അത് ഒരു ആത്മീയ രഹസ്യമാണ്. ദൈവബന്ധം എപ്പോഴും നമുക്ക് വെളിവായി കിട്ടുന്നത് ആത്മീയ രഹസ്യം നാമും ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ തന്നെയാണ്. നാം നന്മകളും ദാനധർമ്മങ്ങളും സ്നേഹപ്രവൃത്തികളുമൊക്കെ മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കുമ്പോഴും
നമുക്ക് ദൈവവുമായുള്ള ഒരു കതകടച്ച ബന്ധമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഊർജം എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഏറ്റവും ഒടുവിലായി ഉപവാസം എന്നത് ലോകത്തോടുള്ള ബന്ധത്തിൽ നിന്നും നീ വേണ്ട എന്ന് പറയുന്നതാണ്. ഉപവാസം എന്നത് ഈ കതകടച്ച ആത്മീയതയ്ക്കുള്ളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഈ ഭൂമിയിൽ വെച്ച് തന്നെയുള്ള ആത്മീയ ശക്തിയും ചോദനയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഉപവാസം എന്നത് തിന്മകളെ ആട്ടിപ്പായിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധമാണെന്ന് കർത്താവ് പറയുന്നത്. ഉപവാസം കൊണ്ടല്ലാതെ ഈ പൈശാചിക അന്ധകാര ശക്തികൾ കീഴ്പ്പെടുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്നത് അതുകൊണ്ട് തന്നെ ദാനധർമ്മമാണ്. പ്രാർത്ഥന എന്നത് ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധമാണ്. പ്രാർത്ഥന എന്നത് ഉപവാസമാണ്. പ്രാർത്ഥനയുടെ 3 ഭാവങ്ങളാണ് ഇവയൊക്കെയും. ദൈവത്തിൻ്റെതായി നമുക്ക് രൂപപ്പെടാം. നമുക്ക് ദൈവവുമായുള്ള ഒരു ബന്ധം മറ്റുള്ളവരിലേക്ക് നന്മകൾ ചെയ്യുന്ന ഒരു കൃപാനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.